ഹലോ. പ്രശാന്ത് പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത തമിഴ് മൂവി മാമൻ. ഇതിൽ പ്രധാന വേഷത്തിൽ വരുന്നത് സൂരി, ഐശ്വര്യലക്ഷ്മി, സ്വാസിക എന്നിവരാണ്. ഇത് ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഇത് ഒരു വിഭാഗം പ്രേക്ഷകരെ ഒരുപക്ഷെ ഇത് ആകർഷിച്ചേക്കാം. പക്ഷേ ഇത് ഓവർ സെൻറ്റിമെൻറ്റ്സും പാസും എല്ലാം നിറഞ്ഞ ഒരു സിനിമയാണ്. ഇതിൽ സൂരി ഇമ്പ എന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇമ്പയുടെ സിസ്റ്ററായിട്ടാണ് ഇതിൽ സ്വാസിക വന്നിരിക്കുന്നത്, ഗിരിജയ്ക്ക് 10 വർഷമായിട്ട് ഗിരിജയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ഉണ്ടാവുന്നില്ല. അതിൻ്റെ പേരിൽ അവർ ഒരുപാട് മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിക്കുന്നുണ്ട്. അവസാനം അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോഴുണ്ടാകുന്ന കുടുംബത്തിലെല്ലാവരും അനുഭവിക്കുന്ന ആ കുട്ടിയെ ചൊല്ലി കുടുംബത്തിലെല്ലാവരും അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് സിനിമ പറയുന്നത്. കാരണം വെച്ചാൽ കുട്ടി ഗർഭമായിരിക്കുമ്പോൾ തന്നെ ഈ ഗിരിജയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ബ്രദറായ ഇമ്പയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും എന്താ കെട്ടിയോനൊന്നും ചെയ്യുന്നില്ലെന്ന്. കാരണം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണ്, വയറ് നോക്കണ്, ഭക്ഷണം കൊടുക്കണ്, മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കണ്. അവസാനം കുട്ടി ഉണ്ടായതിന് ശേഷം ഈ അമ്മയ്ക്കും അച്ഛനും യാതൊരു പങ്കുമില്ലാത്തവരാണ്. കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മാമൻ്റെ ഓവർ സെൻറ്റിമെൻറ്റ്സും പാസുമാണ് സിനിമ മുഴുവൻ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് മാമന് ഒരു കല്യാണം വരുമ്പോൾ പിന്നെ അത് കൂടുതൽ വഷളാവണയാണ് കൂടുതൽ. കാരണം ഒരു പാർട്ട്ണറും കൂടെ വന്നപ്പോൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ സ്വന്തം പാർട്ട്ണറുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും ഗിരിജ കാണുന്നില്ല. അതുപോലെ തന്നെ ഈ ഭാര്യയായി വരുന്ന സ്ത്രീയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇമ്പയും കാണുന്നില്ല. ഒരു പുവർ പാരൻറ്റിങ്, 2 ജനറേഷനിലും പുവർ പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആ കുട്ടീനെ ശരിയായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങനെയൊന്നുമല്ല ഇതിൽ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളായിട്ടാണ് തോന്നിയത് എനിക്ക്. ഒരു കുട്ടിയുടെ പേരിൽ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും. ഒരു പക്ഷേ ഇത് ഒരു കൂട്ടം പ്രേക്ഷകരെ ആകർഷിച്ചേക്കാം. എനിക്ക് വലുതായിട്ട് ഈ സിനിമ വർക്കായില്ല. അഭിനയത്തിലേക്ക് വരുമ്പോൾ ഐശ്വര്യലക്ഷ്മിയും സ്വാസികയും മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ് മാമൻ. ഇതിലെന്ന് വെച്ചാൽ സ്വാസിക ശരിക്കും ആ ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മിയും കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു സിംഗരായർ എന്ന് പറഞ്ഞിട്ട് രാജ്കിരണും ഭാര്യയുടെ പൗണി എന്ന് പറഞ്ഞിട്ട് രാജ്കിരണും ഭാര്യനെ കാണിക്കുന്നുണ്ട്. അവരുടെ സ്റ്റോറി കുറച്ചൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയാണ്. പൊതുവെ എനിക്ക് വലുതായിട്ട് ഈ സിനിമ വർക്കായില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.